രാജ ശിവാജി ഡയറക്റ്റഡ് ബൈ റിതേഷ് വിലാസ് റാവ് ദേശ്മുഖ്. പേരൊന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം പടം വന്നപ്പോഴേക്കും കുറച്ച് ആളുകളുടെ സപ്പോർട്ട് വേണമല്ലോ. അതുകൊണ്ട് റിട്ടേൺ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ റിതേഷ് വിലാസ് റാവ് ദേശ്മുഖ്. ആദ്യമേ ഒരു കാര്യം പറയാം, റിതേഷ് ദേശ്മുഖിൻ്റെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ വരെ. ഈ അടുത്ത് മച്ചാൻ അഭിനയിക്കുന്ന പടങ്ങളൊക്കെ പറയണ്ടല്ലോ, വളരെ വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. അത്തരത്തിൽ അടുത്തൊരു പടവും കൂടി വരുന്നു എന്നുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. പ്രോ ഹിന്ദുത്വ അടുത്ത സെറ്റ് ഓഫ് പടങ്ങളിലൊന്ന് എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രെയിലർ ഓൾമോസ്റ്റ് എനിക്കൊന്ന് എത്ര മണിക്കൂർ ഉണ്ട്, എത്ര മിനിറ്റ് ഉണ്ട് അതൊന്ന് നോക്കണം, എത്ര മിനിറ്റ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. എവിടെയാണ് റിമോട്ട്? എന്തായാലും എല്ലാതെടുത്ത് നോക്കാം. ട്രെയിലർ 3 മിനിറ്റ്. മറാഠിയിലുണ്ട്, ഹിന്ദിയിലുണ്ട്, അതുപോലെ തന്നെ തെലുങ്കിലും ഉണ്ടെന്നാണ്. കാരണം ഇപ്പോൾ തെലുങ്കിൽ ഭയങ്കര മാർക്കറ്റാണ് ഇത്തരം പടങ്ങളൊക്കെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് 3 മിനിറ്റ്. ജിയോ സ്റ്റുഡിയോസൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് ജ്യോതി ദേശ്പാണ്ഡെ. അതുപോലെ കോ പ്രൊഡ്യൂസർ ജനീലിയ ദേശ്മുഖ്, ഭാര്യ തന്നെ. ഇപ്പം ജനീലിയയുടെ ഈ സിനിമയിലുള്ള ഹിന്ദി ഒരു ഡയലക്റ്റ് ഇട്ടിട്ട് ഞാനിങ്ങനെ എന്തോന്നടേ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി. ഇതുകൂടാതെ ഇതിനകത്ത് സഞ്ജയ് ദത്ത് ഉണ്ട്, അതുപോലെ അഭിഷേക് ബച്ചൻ. കുറേ നാൾക്ക് ശേഷം അഭിഷേക് ബച്ചനെ കാണുന്നു വീണ്ടും. കാരണം അഭിഷേക് ബച്ചൻ കൂടുതലും OTT നിറഞ്ഞു തന്നേച്ചത്. OTT കുറച്ച് നല്ല സിനിമകളൊക്കെ ആയിട്ട് പുള്ളി വരും, അല്ലാതെ തിയേറ്ററിലേക്ക് അച്ഛനെ അങ്ങനെ കാണാൻ പറ്റാണ്ടായിരുന്നില്ല. പിന്നെ വിദ്യാബാലനുണ്ട്, ഫിറോസ് ഖാൻ ഉണ്ട്, ഫിറോസ് ഖാൻ അച്ഛൻ്റെ പേര് വായിപ്പോയി, ഫർദീൻ ഖാൻ ഉണ്ട്. പിന്നെ നമ്മുടെ താരസമീൻ പെറിൻ്റെയൊക്കെ റൈറ്റർ ഇതേ നിൽക്കുന്നു. പിന്നെ നമ്മുടെ എമ്പുരാനിലെ അച്ഛൻ, എമ്പുരാനും ലൂസിഫറിലെയും അച്ഛനുണ്ടല്ലോ, PK രാംദാസ്, സച്ചിൻ കേദാർക്കറിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുള്ളിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ വേറെ ആരൊക്കെയുണ്ട്, അങ്ങനെ കുറേ പേരെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ മുംബൈ ഫിലിം കമ്പനി എന്നുള്ള ബാനറിലും കൂടിയാണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്കത് മുംബൈ ഫിലിം കമ്പനി മൈറ്റ് ബി ദ പ്രൊഡക്ഷൻ ഓഫ് ജനീലിയ ദേശ്മുഖ് ആൻഡ് ദേശ്മുഖ് ഫാമിലി. മെയ് 1-ാം തീയതി. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്, ഞാൻ ഉള്ളതുപോലെ പറയാണ്, എനിക്ക് ഇതൊരു പ്രൊപ്പഗൻഡ ടൈപ്പ് ഓഫ് ഒരു പടം ഗ്ലോറിഫൈ ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടിയത്. ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണെന്നുകൊണ്ട് ഫിക്ഷണലൈസ് ചെയ്ത പരിപാടി ആയിരിക്കും എന്തായാലും. പിന്നെ എവിടെയൊക്കെ എനിക്ക് നാടകം ബാലെ എഫക്റ്റ് തോന്നി. അതുപോലെ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുന്നത് മെയ് 1-ാം തീയതി. എനിക്കൊന്ന് മലയാള സിനിമയിലല്ലാതെ വേറെ എല്ലാ ഇൻഡസ്ട്രിയിലും എനിക്കൊന്ന് മെയ് 1-ാം തീയതി അപരാധങ്ങളാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടണം. കാരണം ഞാൻ എടുത്തു കണ്ട തെലുങ്കിലുള്ള ഒരു മെയ് റിലീസ് ആയിക്കോട്ടെ, കന്നഡയിലുള്ള ഒരു മെയ് റിലീസ് ആയിക്കോട്ടെ, ഇപ്പോൾ ബോളിവുഡിൽ നിന്നുള്ള മെയ് ഫസ്റ്റ് റിലീസ് ആയിക്കോട്ടെ, ഇതൊക്കെ 1-ാം തീയതി തന്നെ കുറേ അപരാധങ്ങൾ പടച്ച് വിട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. മലയാളത്തിൽ നിന്ന് എന്തായാലും പേട്രിയോട്ടാണുള്ളത്, അത് കഴിഞ്ഞിട്ടെന്നുള്ള നമുക്ക് പടം കണ്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മലയാളം ഇൻഡസ്ട്രി ഒഴികെ ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും 1-ാം തീയതി കുറേ അപരാധങ്ങൾ വരുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇതിലേക്ക് വന്നപ്പോഴേക്കും ഇതിനകത്ത് റിതേഷ് ദേശ്മുഖ് ഒരുമാതിരി ബാലെ അഭിനയോടെ എനിക്ക് ഇത് എന്തോ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ VFX എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നെ, ഇതിന് നല്ല VFX ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടായിരുന്നു മിക്ക VFX സീൻസും. കോസ്റ്റ്യൂംസ് നല്ലത് തന്നെ, നമ്മൾ നല്ലതെന്ന് പറയുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതൊക്കെ നോക്കടി, ഇത് ഗ്രീൻ സ്ക്രീൻ മറ്റേ ചിലപ്പോൾ ഫേസ് പാം അടിക്കും ഇത് കണ്ടിട്ട്. ബ്ലഡൊക്കെ ഇതിനകത്തൊരു സീൻ ഉണ്ട് കേട്ടോ, മുഖത്തേക്ക് ബ്ലഡ് തെറിച്ചിരിക്കുന്ന റിതേഷ് ദേശ്മുഖിൻ്റെ ഒരു സീൻ. അത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ചിരി വന്നത്, മുഖത്ത് സോസ് തളിച്ചിട്ട പോലെ ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയത്. ഇങ്ങനെയൊക്കെ എന്തിൻ്റെ കേടാ ഇതിനകത്ത് അഭിനയിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഒരു സീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സഞ്ജയത്ത് ഇതിനകത്ത് കക്ഷത്ത് പീരങ്കിയും വെച്ചോണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു സീനുണ്ട്, കക്ഷത്ത് പീരങ്കിയൊക്കെ വെച്ചിട്ട്. എന്തോന്നടേ ഇത്? ഹായ്, PK രാംദാസിന് വെപ്പ് താടിയെന്ന് പറയത്തേ ഇല്ല, അത്തരത്തിലൊരു സാധനം. പിന്നെ ഇതിനകത്ത് ശിവാജി, പിന്നെ അതെ അഭിഷേക് ബച്ചൻ്റെ ക്യാരക്ടർ കെട്ടിപ്പിടിക്കുന്നു. ഫർദീൻ ഖാൻ മറ്റേ സിനിമ ഷൂട്ടിങ്ങിൻ്റെ സീൻ കണ്ടിട്ടാണ് ഫർദീൻ ഖാൻ ഈരിപ്പാൻ. ഇതൊരു നടപടിക്ക് പോകുന്നു തോന്നല്ല. പിന്നെ പൈസ വാങ്ങിയാലേ വന്ന് അഭിനയിച്ചേക്കാം. മറ്റേ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യടേ എന്നുള്ള സീനിൽ ഇരിക്കുന്ന ഒരു ഫർദീൻ ഖാൻ. അയ്യോ, റിതേഷ് ദേശ്മുഖ് എനിക്ക് തോന്നണേ മറ്റേ സിനിമ കണ്ടിട്ട് മച്ചാന് ആഗ്രഹം മൂത്താന്ന് തോന്നുന്നുണ്ട്. അതായത് പുലിക്കുട്ടി ചാവ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്കി കൗശലിൻ്റെ ആക്ടിങ് കണ്ടപ്പോഴേക്കും മച്ചാൻ എനിക്ക് തോന്നുന്നു
ഇളകിയെന്ന് തോന്നുന്നുണ്ട്. എനിക്കും വേണം മറാഠിയിൽ ഇതുപോലൊരു പടം എന്നുള്ള സ്കീമാന്ന് പറഞ്ഞു. പക്ഷേ ഈ ആന വെളുക്കിയിരിക്കുന്ന കണ്ടിട്ട് ഉറുമ്പ് വെളുക്കിരിക്കാൻ പോയിരുന്നൊരു ചൊല്ലുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്നിട്ട് ഇപ്പം. അയ്യോ ഹായ് മതസൗഹൃദം. എന്നിട്ട് ഇത് ശരിക്കും എനിക്ക് ഇത് കൂടാണ്ട് ഞാൻ പലതരം കണ്ടിട്ടുണ്ട്. ഇടിവളയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് പുലിവള, പുലിയുടെ നഖം അകത്ത് വരുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു സാധനം. ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ സഞ്ജയത്തിനെ കെട്ടിപ്പിടിക്കാൻ പോയിട്ട് മാന്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെന്താ ബിനിയോട് ഇവൻ എന്ത് കാണിക്കണം? എനിക്ക് ഋതേഷിനെ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഇതിനകത്ത് ചോരയൊക്കെ കാണിക്കണേ ശരിക്കും സോസ് പുരട്ടി വെച്ചേക്കണ പോലെ, ശരിക്കും ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് മേത്ത് പുരട്ടി വെച്ചേക്കണം. ഒരു സീനുണ്ട് ഇവിടെ എവിടെയോ, അതാണ് ഞാൻ തപ്പണേട്ടാ. അത് കണ്ടാൽ ചിരി വരും. എൻ്റെ പൊന്നോ, മുട്ട സാധനമാണത്. മുഖത്ത് ചോര ഇത് കണ്ടോട്ടാ. ഇവിടെ ഒരു സീനുണ്ടേ, ചോര മുഖത്ത് കിടക്കണ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ. ജനീല അഗ്ഗബായി ആ സീൻ തന്നെ. ഇവിടെ ഒരു സീനുണ്ട്. എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് ട്രെയിലർ ആകെ ഇഷ്ടപ്പെട്ടത് വിദ്യാബാലനാണ്. വിദ്യാബാലൻ നല്ല രസമുണ്ട്. അഭിഷേക് ബച്ചനും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതെന്തോടെ ഇത് ചട്ടിപ്പുറത്ത് നിർത്തിയേക്കണ? ഇതെന്തോന്ന് പരിപാടി ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്തോന്നുണ്ടേ ഇത്? എന്തൊക്കെ? ബൈ ദ വേ, പുള്ളിയുടെ ഒരു നല്ല പടമുണ്ട്, സ്റ്റാൻലി കഡബ. കണ്ടു നോക്ക്. പുള്ളിയുടെ സ്വന്തം മകനെ വെച്ച് അഭിനയിപ്പിച്ച ഒരു സിനിമയാണ്. കിടില സാധനമാണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കട്ടാ. അതൊക്കെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നല്ലതൊക്കെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മ്യൂസിക് ബൈ അജയ് അതുള്ള. മ്യൂസിക് കുഴപ്പമില്ലാന്ന് തോന്നി. ചാവേലും മ്യൂസിക് എ റഹ്മാനായിരുന്നു. വിദ്യാബാലൻ കൊള്ളാട്ടോ, സൂപ്പറായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. ഫർദീൻ അൺഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ പോലും ഹീസ് ഇൻ ക്യാരക്ടർ. എനിക്കൊന്ന് മോർ ദാൻ ക്യാരക്ടർ. എനിക്കൊന്ന് ഈ സിനിമയുടെ ഷൂട്ടിങ് കണ്ടിട്ടാണെന്നുണ്ട് ആയിരിപ്പ്. എന്തോന്നടാ ഇവൻ എടുത്തു വെക്കുന്നുള്ള. ഇവിടെ ഇതുപോലൊരു വേറൊരു സീൻ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ തപ്പുന്നത്. ഇവിടെ ആ സീനിൽ ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി ടൊമാറ്റോ കെച്ചപ്പിൻ്റെ മറ്റേ 1 രൂപയുടെ പാക്കറ്റില്ല, അത് കട്ടിയിട്ട് ഇങ്ങനെയൊക്കെ തേച്ച് വെച്ചോലെ. ഇവിടെ എനിക്കത് കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിവിടെ എവിടെ ഉണ്ട്. ഞാൻ നോക്കണം, ഇത് കട്ട് ചെയ്ത് കളഞ്ഞ അല്ലെങ്കിൽ ഈ ഗ്യാപ്പിലുമാർ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്നല്ല, ഞാൻ 2 തവണ ഇരുന്ന് കണ്ടു നോക്കി ഇത് എന്ത് കോമഡിയാണെന്ന് അറിയാനായിട്ട്. ഇത് എന്താണ് ഇത്? ഇതൊക്കെ എന്ത് കോമഡിയാണ്. ഒരു സീൻ, ആ സീനെ തപ്പണത്. ഒരു സീനിൽ ഭയങ്കര വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ചോര എന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെ വൻ കോമഡി ആയിട്ട്. എവിടെ പോയിടാ സീൻ? അത് കട്ട് ചെയ്ത് കളഞ്ഞ ഈ ഗ്യാപ്പിൽ തന്നെ. എനിക്ക് അത് കണ്ടപ്പോൾ ഏറ്റവും ചിരി വന്നു. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഈ സീൻ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞു തന്ന സോസിൻ്റെ അവസ്ഥ. ഇത് കണ്ട, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്ലഡ് ആയിട്ട് തോന്നുന്നത്? അതാ മുറിക്കണതൊക്കെ ഉണ്ടല്ലോ, ഗ്രാഫിക്സ് ചെയ്ത് വെച്ചേക്കണത്. എടേ പ്രോംപ്റ്റ് ചെയ്ത് ഇതിന് നന്നായിട്ട് കാണിച്ചവരുടെ എങ്ങനെയാണ് ഫ്ലഷ് മുറിഞ്ഞ് ചോര കഴിഞ്ഞെന്നുള്ളത്. ഇത് എന്താണ് കാണിക്കണത്? കെട്ടിപ്പിടിക്കാൻ വന്ന സഞ്ജയത്തിനെ മാന്തുന്നു. വല്ലാത്തൊരു കടി തന്നെ. ഹിന്ദു മുസ്ലിം ഇത് കാണിക്കണം, ഇതൊക്കെ തന്നെ പരിപാടി. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറയട്ടെ. എന്നെ സംബന്ധിച്ചിട്ട് ഒരിടക്ക് പണ്ടൊക്കെ ഞാനൊക്കെ ഹിന്ദി സിനിമ കണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പണ്ടത്തെ ഹിന്ദി സിനിമ എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകളും നല്ല സ്റ്റോറിയൊക്കെ ആയിട്ട് കിടിലൻ കുറച്ച് പടങ്ങളായിരുന്നു. ഒരിടക്ക് സത്യം പറഞ്ഞാൽ വേറെ എല്ലാ ഇൻഡസ്ട്രിയേക്കാളും മുന്നിൽ ബോളിവുഡ് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ബോളിവുഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹോളിവുഡിൽ വോക്കിസം കൊണ്ടാണ് അവർ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, വോക്കിസം എന്ന് പറഞ്ഞ സാധനം ഹോളിവുഡ് നശിപ്പിക്കുകയാണെങ്കിൽ ബോളിവുഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നെപ്പോട്ടിസം, ഇത്തരത്തിലുള്ള കുറേ പ്രൊപ്പഗണ്ട മൂവീസും ഒക്കെ ആയിട്ട് ബോളിവുഡ് കരകയറണമെന്നുള്ളതാണ്. അവർക്ക് പച്ചപിടിക്കാൻ പറ്റുള്ളതല്ല. കാരണം ഇവർ ഈ കുറേ പഞ്ചാബി പാട്ടുകളും അതുപോലെ കുറേ പഞ്ചാബി പാട്ട് ഇൻ ദ സെൻസ് ഞാൻ പറയാം, ഇപ്പോൾ എക് ഓംകാർ എന്നുള്ള പഞ്ചാബി സോങ്, അല്ലെങ്കിൽ ദിൽജീത് ദോശാന്തിൻ്റെ പഞ്ചാബി സോങ്സ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേൾക്കാൻ. ഒരിടക്ക് പണ്ട് ദയലിയർ മെഹന്തിയുടെ പഞ്ചാബി സോങ്സ് അതൊക്കെ കിടുമായിരുന്നു, അതൊന്നും പറയാനില്ല. ഇപ്പോൾ ജസ്ലീൻ പാടുന്ന പാട്ടുകൾ അതൊക്കെ ഓക്കെ സെറ്റാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ക്ലബിന് വേണ്ടിയുള്ള രീതിയിലുള്ള കുറേ അലവലാതി കുറേ പഞ്ചാബി ഭാഷയിൽ സങ്കടം തോന്നിപ്പോവും. കുറേ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ പേക്കൂത്ത് കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് ചില പടം ഇറക്കും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഭയങ്കര പ്രൊപ്പഗണ്ട ഹിന്ദുത്വമൊക്കെ കുത്തിക്കയറ്റിയ കുറേ ഇങ്ങനത്തെ കുറേ സിനിമകൾ വന്ന് ബോളിവുഡ് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം
അതൊരു കോമഡി പൈസ ആയിക്കൊണ്ടിരിക്കുകയാണ് ബോളിവുഡ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പഴയ നടന്മാർ ഉൾപ്പെടെ പണ്ടൊക്കെ നന്നായിട്ട് അഭിനയിച്ചിരുന്ന നടന്മാരാണ്. ഇതിനകത്ത് ഓരോരുത്തരും മുഖങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ നല്ല സിനിമകളുടെ ഭാഗമായിരുന്ന നല്ല അഭിനയം കാഴ്ചവെച്ച നടീടന്മാരാണ്. ഇവരൊക്കെ ഇപ്പോൾ സ്വയം എടുക്കുന്നത് ഇത്തരത്തിലുള്ള ഹിന്ദുത്വ പ്രൊപ്പഗണ്ട ടൈപ്പ് ഉമ്മാതിരി ഒരു പടങ്ങളാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോവാണ്. ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണത്. എനിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര പ്രൊപ്പഗണ്ടയായിട്ടും ഭയങ്കര എന്താ പറയുക ഹിന്ദുത്വം ആൾക്കാരിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന മറ്റേ എന്താണ് ചില പാർട്ടി ഫണ്ടഡ് ആയിട്ടുള്ള പടം പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മച്ചാൻ്റെ അച്ഛൻ പാർട്ടിക്കാരനാണല്ലോ, വിലാസറാവ് ദേശ്മുഖ് അല്ലേ. അപ്പോൾ ഇത്രയും നാളെ വിലാസറാവുടെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് ഇങ്ങനത്തെ ഒരു പടം വന്നപ്പോഴേക്കും ഹൃതേഷ് വിലാസറാവ് ദേശ്മുഖ് എന്നായി പേര്. നൈസ്. എന്ത് പറയാനാടേ. ഒഫീഷ്യൽ ട്രെയിലർ ഇൻ സിനിമാസ് ഫസ്റ്റ് മെയ്. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് മെയിൽ കുറേ അപരാധങ്ങൾ വരുന്നുണ്ടെന്ന് ഒരു ഫീലിംഗാണ് എനിക്ക് പല ലാംഗ്വേജിലുള്ള ട്രെയിലേഴ്സ് ഉണ്ടപ്പോൾ. അതിലേക്ക് ഞാൻ അതിനെ ചേർക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇത് പ്രോ ലെവൽ അപരാധമായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. എന്തായാലും ട്രോൾ ചാനൽസ് അവർ ഈ സിനിമ എടുത്ത് കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കുള്ള കണ്ടൻറ്റ് ദേ വരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ വല്ല ട്രോൾ ചാനൽ തുടങ്ങണം നല്ലതുകൊണ്ട്. കാരണം അത്രയധികം അപരാധങ്ങൾ ഇപ്പോൾ പടച്ചു വിടുന്നുണ്ട് എല്ലാ ഭാഷയിൽ നിന്നും. എനിക്ക് ചാകരയായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മ്യൂസിക് ആരും ചെയ്യുന്ന അജയ് അതുൽ. പിന്നെ സിനിമാറ്റോഗ്രാഫർ സന്തോഷ് ശിവൻ. എന്തിനടി. എന്തായാലും ഐ റെസ്പെക്ട് ഹിം എ ലോട്ട്. അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ് സന്തോഷ് ശിവൻ. ഇതിലൊക്കെ എന്തിനു തലവെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ നമ്മുടെ സുജിത് വാസുദേവ് എന്നുള്ള ഒരു കിടിലൻ സിനിമാറ്റോഗ്രാഫർ ഉണ്ട് മലയാളത്തിൽ. മിക്കവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. എമ്പുരാൻ ലൂസിഫറൊക്കെ ക്യാമറ ചെയ്തിരിക്കുന്ന പുള്ളി ഈ അടുത്ത് ഒരു മലയാള സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, മാജിക് മഷ്റൂം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ തലവെച്ച് കൊടുത്ത പോലെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സന്തോഷ് ശിവൻ ഈ സിനിമക്ക് തലവെച്ചത്. എന്തായാലും മാജിക് മഷ്റൂമിൻ്റെ അത്രയും വരില്ല, അത് വേറെ ഇത്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. എൻ്റെ അതിൻ്റെ ഇതെനിക്കിപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ശരി, ഓക്കെ. എന്തെങ്കിലുമൊക്കെ കാണിക്ക്, പൈസ ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ കാണിക്കുക. അച്ഛന് വേണ്ടി ചെയ്ത പടമായിരിക്കും. എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് പ്രോ ലെവലിൽ അപരാധം ലോഡിങ് എന്നുള്ള ഫീലിംഗാണ് കിട്ടുന്നത്. എന്തായാലും ഈ സാധനം പൊളിച്ചു. ഈ സാധനം ഇത് എന്തോന്നത്, ഇതെന്താണ് ഇവൻ ബാലയാണ് കളിക്കുന്നത് സ്കേർട്ട് ഇട്ടിട്ട്. മറ്റേ സാധനം എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതാണ്. ആ നഖം പോലും ആർട്ട് വർക്ക് വരെയൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് എന്താണ് ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഷർട്ട് വെക്കാനുള്ള ഹാങ്ങറായില്ല. ഇതാ പുലിന്നൊക്കെ. പുലിനെയൊന്നും ഇങ്ങനെയൊന്നും അപമാനിക്കരുത് കേട്ടാ. എൻ്റെ പൊന്നളിയാ, പുലിയാ സിംഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെങ്കിലും എൻ്റെ സിംഹത്തിന് എൻ്റെ പുലിയുണ്ടാകും ഇങ്ങനെയല്ല, അതെനിക്ക് പറയാം. പക്ഷെ എൻ്റെ പൊന്നളിയാ ഇത്ര പറയാനുള്ളൂ. ഓക്കെ, ഇതൊക്കെ നല്ല ദിവസമായിരുന്നു. ബൈ ബൈ.